ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് തോമ്പിലേത്ത് മുരുകസ്വാമി ക്ഷേത്രത്തിൽ മഞ്ഞൾ നീരാട്ടായിരുന്നു. 41-നോടനുബന്ധിച്ച് നടത്തുന്ന പരിപാടിയുടെ ഭാഗമായിട്ടാണ്. ഇന്നലെ 41ആയിരുന്നു, ഇന്നാണ് ഈ മഞ്ഞൾ നീരാട്ട് അവിടെ നടന്നത്. ഇത് പത്തനംതിട്ട ജില്ലയിലെ കോഴഞ്ചേരി TV ജംഗ്ഷൻ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇത് മഞ്ഞൾ നീരാട്ടിന് പേര് കൊടുത്തിട്ടുള്ളവരെല്ലാം മഞ്ഞപ്പൊടി ഇടുക, വാർപ്പിൻ്റെ അകത്ത് വെള്ളം വെച്ച് അതിൻ്റെ അകത്ത് മഞ്ഞൾപ്പൊടി ഇടുക കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഈ മഞ്ഞൾ നീരാട്ടെന്ന് പറയുന്ന ഒരു പരിപാടി കാണുന്നത്. എനിക്കിതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയത്തില്ല കേട്ടോ. ഇത് ഇന്ന് മഞ്ഞൾ നീരാട്ടാന്ന് പറഞ്ഞപ്പം കാണാനുള്ള ആകാംക്ഷയും കൊണ്ട് ഓടിപ്പോയി കണ്ടതാ. ഏതായാലും ഇന്ന് അങ്ങനെ ഒരു അനുഗ്രഹവും എനിക്ക് ഉണ്ടായി കേട്ടോ, ഇതൊന്ന് കാണാനായിട്ട്. എനിക്കിതൊരു പുതിയ അനുഭവമാണ്. ഞാൻ ഇങ്ങനെ കണ്ടിട്ടൊന്നുമില്ല മഞ്ഞൾ നീരാട്ടൊന്നും. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ അടുത്ത് തന്നെ ഒരു സ്തുതിക്കാട്ടമ്പലമുണ്ട്. അപ്പോൾ അവിടെ പോയപ്പോൾ അവിടെ വെച്ചാണ് അറിഞ്ഞത് ഇങ്ങനെ മുരുകൻ്റെ അമ്പലത്തിൽ നടക്കുന്നതെന്ന്. അപ്പോൾ ഓടിപ്പോയി ഇത് കാണുമായിരുന്നു കേട്ടോ. ഇത് അഷ്ടഗന്ധമാണ്. അഷ്ടഗന്ധം ഇടുക അതിൽ. മഞ്ഞൾ നീരാട്ട് നടത്തുന്ന സ്വാമിമാർ അവിടെ ഇരിക്കുന്ന അമ്മമാരെ, പ്രായമുള്ള അമ്മമാർക്ക് ദക്ഷിണ കൊടുക്കുവാണ് ഇത്. വാർപ്പിൽ വെച്ചിരിക്കുന്ന മഞ്ഞൾ വെള്ളം തിളച്ച് കഴിയുമ്പോൾ കുരവി ഇടുവാണ്. തിളച്ച് തൂകും. അത് തിളച്ച് തൂകി കഴിയുമ്പോഴത്തേക്ക് അത് കുരവി ഇടും. അമ്മമാരൊക്കെ അവിടെ നിന്ന് കുരവി ഇടുവാണ്. സ്വാമിമാരെല്ലാം അമ്മയുടെ മുന്നിൽ നിന്ന് അനുഗ്രഹം വാങ്ങിക്കും കേട്ടോ. അനുഗ്രഹം ഒരാൾക്ക് കിട്ടി. അപ്പോൾ എല്ലാവരും ഇങ്ങനെ അനുഗ്രഹം വാങ്ങിച്ച് എല്ലാവരും തുള്ളും. അനുഗ്രഹം കിട്ടി തുള്ളുവേ. അത് കഴിയുമ്പോഴാണ് പൂക്കുല വെച്ചാണ് തിളച്ച വെള്ളം അവർ ദേഹത്തിങ്ങനെ തളിക്കുന്നത്. നമ്മുടെ എല്ലാം ദേഹത്ത് വീഴും കേട്ടോ. അന്നേരം അവിടെ നിൽക്കുന്നവരുടെ എല്ലാം ദേഹത്ത് വീഴുമ്പോൾ നല്ല ചൂടായിട്ടോ. ഞങ്ങളുടെ എല്ലാം മേത്ത് വീണായിരുന്നു. നല്ല ചൂടായിട്ടോ. നമ്മളെ ഡ്രസ്സ് ഇട്ടിട്ട് ഡ്രസ്സിൻ്റെ പുറത്തൂടെ വീണിട്ട് നമുക്ക് ചൂടാണ്. പക്ഷെ അവർക്ക് അവരാ നൊയമ്പിൻ്റെ ശക്തിയായിട്ടോ. അവരാ ചെയ്യുന്ന നൊയമ്പ് കഠിന വ്രതം നോക്കി ചെയ്യുന്നതിൻ്റെയാണ് അവർക്ക് ഒരു പൊള്ളലോ ഒന്നും സംഭവിക്കാതെ അത് ചെയ്യാൻ കഴിയുന്നത്. ഞാൻ എന്തെങ്കിലും പറയുന്നതിൽ തെറ്റ് വരുവാണെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. കാരണം ആദ്യമായിട്ട് കാണുന്നതും കൊണ്ട് ഇതിനെക്കുറിച്ച് എനിക്കൊന്നും പറയാനറിയത്തില്ല. പിന്നെ ഇത് കണ്ടുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പറയാമെന്നല്ലാതെ ഇതിനെക്കുറിച്ച് വലിയ അറിവുകളൊന്നുമില്ല. ആദ്യമായിട്ട് കാണുന്നതിൻ്റെ ഒരു ആകാംക്ഷ എനിക്കും ഉണ്ട് കേട്ടോ. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാവുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ. ഞാൻ അവിടെ ഇരുന്ന് കുറേ കാര്യങ്ങളൊക്കെ ഒരമ്മയോട് ചോദിച്ചു. അമ്മ അന്നേരം പറഞ്ഞു തന്നു കേട്ടോ. അഷ്ടഗന്ധ ഇടുന്നതിനൊക്കെ എനിക്ക് പറഞ്ഞു തന്നു. 41 ദിവസം വ്രതമെടുത്താൽ ചെയ്യുന്നതിനൊക്കെ പറഞ്ഞു തന്നു. അല്ലാതെ എനിക്കിതിനെക്കുറിച്ച് ഞാൻ ആദ്യം കേട്ട ഉടനെ ഓടിപ്പോയതാണ്. അതുകൊണ്ട് എനിക്കിതിനെക്കുറിച്ച് വലിയ അറിവുകളൊന്നുമില്ല. ആ സമയത്ത് അവിടെ ചെണ്ടകൊട്ടും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ആ സൗണ്ടൊക്കെ മ്യൂട്ടാക്കിയിട്ടുണ്ട്. കാരണം കോപ്പിറൈറ്റ് വരുമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അവിടെ ആണെങ്കിൽ ഈ വഴിപാടിന് പേരൊക്കെ വിളിച്ചപ്പോഴേ
അമ്മമാരുടെയൊക്കെ പേരും ഒക്കെ വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാനോർത്തു, അയ്യോ സ്ത്രീകളും ഇതൊക്കെ ചെയ്യും, നമുക്കറിയത്തില്ലല്ലോ ഇതിനെക്കുറിച്ച്. അപ്പം ഞാൻ വിചാരിച്ച് സ്ത്രീകളുമൊക്കെ ഇങ്ങനെ ഈ വഴിപാട് ചെയ്യുമായിരിക്കുമെന്ന് വിചാരിച്ച്. അപ്പോൾ അവർ പേര് മാത്രം കൊടുത്ത് നമ്മൾ രസീതെടുക്കുക. ഇതേണ്ട ഈ ചെയ്യുന്നവരൊക്കെ ഇത് വ്രതം നോക്കി ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ എനിക്ക് പുതിയൊരറിവാണ് കേട്ടോ. അതൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. അവിടെ പേര് വിളിച്ചപ്പോഴും ഞാൻ വിചാരിച്ചത് അവരൊക്കെ ഈ വഴിപാട് ഇതിങ്ങനെ ചെയ്യുമായിരിക്കുമെന്നാണ് വിചാരിച്ചത്. ഇവിടെയൊക്കെ ട്യൂണുള്ളതായിരുന്നു കേട്ടോ. നമ്മളതൊന്നും കൊടുക്കാഞ്ഞതായിരുന്നു. കാരണം 2-3 വീഡിയോ ചെയ്തപ്പോൾ നമുക്ക് കോപ്പിറൈറ്റ് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ മ്യൂട്ട് ചെയ്ത് വീഡിയോ കാണുന്നത്.
വേണ്ട ഇതിൻ്റെ ഇടയ്ക്ക് വേണ്ട മാനത്തോടൊരു പരുന്ത് വട്ടമിട്ട് പറക്കുന്നുണ്ടായിരുന്നേ ഇതെല്ലാം നടക്കുമ്പോൾ. ആ പൂക്കുലയുടെ ഇത് ഓരോന്നും അടത്തി അവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും നിൽക്കുന്ന എല്ലാവർക്കും ഒന്നും കിട്ടില്ല കേട്ടോ. ഓരോരുത്തർക്കും കൊടുക്കുന്നു, അനുഗ്രഹം കൊടുക്കുന്നുമുണ്ട് കേട്ടോ. അത് നമ്മളിനി അത് കൊണ്ടുവന്ന് നിലവിളക്ക് കത്തിക്കുന്നിടത്ത് വെച്ച് വിളക്ക് കത്തിക്കണമെന്നാണ് അവിടെ നിന്നവർ പറഞ്ഞത്. ഉച്ചയ്ക്ക് കഞ്ഞി ഉണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് മഞ്ഞൾ നീരാട്ടെല്ലാം കഴിഞ്ഞ് കഞ്ഞി ഉണ്ടായിരുന്നു. കഞ്ഞി അസ്ത്രവും അച്ചാറുമായിരുന്നു. എല്ലാം കുടിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് ഇങ്ങ് പോന്നു. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ ബൈ.